ഇത് ആചാരമെടുക്കുക എന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. ചലഞ്ചർ ആപ്പിനെ സ്നേഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് മാത്സ് എന്ന് പറയുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കേരളത്തിലെ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്സ് എന്ന് പറയുന്ന വിഷയം വളരെ എളുപ്പമാക്കി തീർത്ത ഒരു അധ്യാപകനാണ്. പരിചയപ്പെടുത്തലുകൾ യാതൊരു ആവശ്യവുമില്ല. ഞാൻ ചലഞ്ചറിലേക്ക് വന്നതിന് ശേഷം നമുക്കൊരു ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് വീണ്ടും ഉദ്യോഗാർത്ഥികളുടെ വളരെ വലിയൊരു പ്രതീക്ഷയായിട്ട് വന്നിരിക്കുന്നത് വിശാഖ് സാറാണ്. വിശാഖ് സാറ് എന്നോടൊപ്പം ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കേരളത്തിലെ ഓൺലൈൻ ഓഫ്ലൈൻ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിശാഖ് സാറിനെ അറിയാം. സോ വിശാഖ് സാറിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വിശാഖ് സാറിന് ഈ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. താങ്ക് യു രഞ്ജിത്ത് സാർ. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല എന്ന് വളരെ ഔപചാരികമായിട്ട് രഞ്ജിത്ത് സാർ പറഞ്ഞെങ്കിൽ പോലും പുതുതായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിലോട്ട് കടന്നു വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ വിശാഖ് പാവുമ്പ നേരത്തെ ഒരുപാട് വർഷക്കാലമായി PSC അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു അധ്യാപകനാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഓൺലൈൻ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് രഞ്ജിത്ത് സാറിനൊപ്പം ചേർന്ന് ചലഞ്ചർ ആപ്പിൽ ഞാനും ഉണ്ടാകും. അപ്പോൾ എന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് ക്ഷണിച്ച രഞ്ജിത്ത് സാറിന് ആരും തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇംഗ്ലീഷും മാത്സും 40 മാർക്ക് നമ്മുടെ കയ്യിലാണ്. 40 മാർക്ക് ഒരു വലിയ വിഷയമേ അല്ല നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക്. അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സോ എനിക്ക് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം, സാർ ഒരുപാട് ഓഫ്ലൈൻ സെന്ററുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ഓൺലൈൻ സെന്ററുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതാണ് സാറ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? ഓഫ്ലൈൻ ആണോ അതോ ഓൺലൈൻ ആണോ? സാർ, പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ കംഫർട്ടബിൾ ആണ്. അതായത് ഉദ്യോഗാർത്ഥികളുടെ മനോഭാവം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഓഫ്ലൈൻ പോയി പഠിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈൻ നല്ലത് തന്നെയാണ്. പിന്നെ ഓഫ്ലൈൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം എല്ലാ ദിവസങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു അസൗകര്യമുള്ള ദിവസങ്ങളിൽ ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ക്ലാസ്സുകൾ അവർക്ക് മിസ്സാവും. പിന്നീട് ആ ക്ലാസ് കിട്ടുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിൻ്റെ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ഓഫ്ലൈൻ സെന്ററുകളിൽ സിലബസ് കംപ്ലീഷൻ നടക്കുന്നില്ല. അതെ. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ തിരിച്ച് നമുക്ക് ഇത് രണ്ടും സ്യൂട്ടബിൾ ആണ്. അതായത് ഏത് സമയത്തും ക്ലാസ്സുകൾ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ജോലി സമയത്ത് അല്ലെങ്കിൽ യാത്രാവേളകളിൽ എന്ന് തുടങ്ങുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്സുകൾ കണ്ട് നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും ഇന്നത്തെ പെൻഡിങ് ക്ലാസ് നാളെ കാണാൻ കഴിയും. പിന്നെ സിലബസ് കംപ്ലീഷൻ, അതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത് മറ്റ് ഓഫ്ലൈൻ സെന്ററിൽ നടക്കാത്തതുപോലെ ഓൺലൈൻ സെന്ററുകളിൽ കൃത്യമായി സിലബസ് കംപ്ലീഷൻ നടക്കുന്നുണ്ട്. മാത്രമല്ല, റിവിഷൻ സാധ്യമാകും. ഇപ്പോൾ ഒരു ക്ലാസ് കിട്ടിയിട്ട് നമുക്ക് ആ ക്ലാസ് കുറെ നാൾ കഴിയുമ്പോൾ ഒരു വർഷം മറന്നുപോയേക്കാം. അപ്പൊ വീണ്ടും ഈ ക്ലാസ് എടുത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയാണ്. അപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ അനുയോജ്യം കുറച്ചുകൂടെ എന്തായാലും ഓൺലൈൻ ആയിരിക്കും, അല്ലേ സാർ? അതെ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. ഇപ്പൊ 10ാം ക്ലാസ് നിലവാരം, +2 നിലവാരം, ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളുണ്ടല്ലോ. അപ്പം ഈ പരീക്ഷകളിൽ ഈ 2000-ന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് GK-ലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള UPSC നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സാറിന്റെ ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്കറിയാം, വളരെ സിമ്പിളായിട്ട് എല്ലാവരിലും എത്തിക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റൈലാണ്. അപ്പം ഇത് ഈ 3 മേഖലകളിലും ഈ സ്റ്റൈൽ തന്നെ ആയിരിക്കും സാറ് ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾ പഠിക്കുമ്പോൾ ഈ മാത്സിൽ ഇതിലെന്താണ് വ്യത്യാസമായിട്ട് തോന്നാറുള്ളത്? എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയുക? അത്യാവശ്യം ഈ കൊച്ചു ക്ലാസ്സിലെ കുട്ടികൾ മുതൽ തന്നെ പറയുന്നതാണ് മാത്സ് ഒരു പാടാണെന്ന്. നമ്മൾ മാത്സിനെ അടുത്ത് കണ്ട് സമീപിക്കുന്നില്ല. അതുകൊണ്ടാണ് മാത്സ് ഒരു പാടായിട്ട് തോന്നുന്നത്. ഇപ്പൊ സാറിന് തന്നെ അറിയാം, നമുക്കൊരു വലിയൊരു വനത്തെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പം അതികഠിനമായ ഒരു വലിയ ഘോര വനമായിട്ട് തോന്നിക്കും. എന്നാൽ നമ്മൾ അതിനെ അടുത്ത് ചെന്ന് സമീപിക്കുമ്പം എല്ലാം ഒറ്റപ്പെട്ട മരങ്ങളായിരിക്കും. നമുക്ക് അതിനകത്തിൽ കൂടെ പോകാൻ ഒരു പേടി തോന്നത്തില്ല. അതേപോലെ തന്നെയാണ് മാത്സിന്റെ കാര്യം. മാത്സിനെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പം അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് അടുത്ത് സമീപിക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും പാടായിട്ട് തോന്നുന്നത്. ഈ പാടായിട്ട് തോന്നാനുള്ള പ്രധാന കാരണം മറ്റുള്ള എല്ലാ വിഷയങ്ങളും സാറേ നമുക്ക്
പറഞ്ഞു പഠിക്കാം. അപ്പൊ ഒരു 10 വട്ടം പറഞ്ഞാൽ തലയിൽ കയറും. ഉം. പക്ഷെ മാത്സ് അങ്ങനല്ല. മാത്സ് കണ്ട് പഠിക്കാമെന്ന് കരുതുന്ന ഒരു വിഷയമല്ല. അതെ. കണ്ടാൽ പകുതിയെ കയറൂ, ഉം. ബാക്കി പകുതി അവന്റെ കൈകളിൽ, അതായത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കണക്ക് മനസ്സിലാവുകയുള്ളൂ. ഉം. നമ്മൾ ഒരുപക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ട്യൂഷൻ സെന്ററുകളിലൊക്കെ, ഉം. സാറിന് അറിയുമെന്ന് എനിക്കറിയില്ല, ഈ മാത്സ് അധ്യാപകർ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. റിപ്പീറ്റ് എഴുതിപ്പിക്കും. അതായത് ഇന്ന് ചെയ്യിക്കുന്ന കണക്കുകൾ അടുത്ത ദിവസം 1 തവണ അല്ലെ 2 തവണ 3 തവണ എഴുതിക്കൊണ്ട് വരാൻ പറയും. ഉം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന കണക്കുകൾ നാളെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതെ. കണക്ക് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കണക്ക് മനസ്സിൽ ഉറക്കുകയുള്ളൂ. അപ്പം നമ്മൾ കണ്ണിൽ കൂടെ കാണുന്ന പകുതി മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അതെ. ബാക്കി പകുതി എഴുതണമെങ്കിൽ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാൻ ഒരു ഉദ്യോഗാർത്ഥി തുനിഞ്ഞാൽ തീർച്ചയായിട്ടും കണക്ക് അവൻ ഉസ്താദായിട്ട് മാറും. അതെ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. ഈ നിലവാരം തമ്മിലുള്ള നിലവാരം. എന്താണ് വ്യത്യാസം? ഓക്കെ. അപ്പം 10th +2 ഡിഗ്രി നിലവാരം. അതെ. സാറേ, നിലവാരത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരേ ടൈപ്പ് ചോദ്യം. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണ്, കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിനകത്തിൽ ഒരു ചോദ്യമാണ്. LGS നിലവാരം അല്ലെങ്കിൽ LGS 10th താഴോട്ടുള്ള നിലവാരത്തിലുള്ള ചോദ്യമാണെങ്കിൽ 18 km/h ഈക്വൽ ടു -m/s എന്ന് ചോദിക്കും. സാർ, വളരെ ലളിതമായി ഡയറക്റ്റ് ചോദ്യം. ഇതേ ചോദ്യം +2 വരുമ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, കുറച്ചുകൂടെ നിലവാരം പുലർത്തി. അതായത് സെക്കൻഡിൽ 10 മീറ്റർ ഓടുന്ന ഒരു അത്ലറ്റ് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഓടും? കുറച്ചുകൂടെ വലിച്ചു നീട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. അതായത് ഡിഗ്രി ലെവലിൽ ചോദിക്കുമ്പം മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യാൻ 1 സെക്കൻഡ് വൈകി എങ്കിൽ ഈ വാഹനം എത്ര ദൂരം കൂടി മുന്നോട്ട് പോകും? ചോദ്യം എല്ലാം ഒരേ കൺസെപ്റ്റ് ആണ് സാർ. പക്ഷേ ചോദ്യത്തിന്റെ നിലവാരം അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും ചെറിയ ചെറിയ ആശയങ്ങൾ മാറ്റിയാൽ മതി. അതെ. ഇംഗ്ലീഷിലും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലാത്തത് ഇംഗ്ലീഷും മാത്സും മലയാളമാണ്. ഏറ്റവും കൂടുതൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ കണക്കിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി സാർ. വന്നിട്ടുണ്ട്. മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. അതെ. ഓക്കെ. സോ സാറ് പറഞ്ഞത് നിലവാരത്തിലുള്ള വ്യത്യാസമാണ്. സാറിന്റെ കയ്യിൽ ഭദ്രമാണ്. അത് മാത്രമല്ല, ഈ RRB SSC മേഖലകളിലും സാറിന്റെ ക്ലാസ് ഇനി ലഭ്യമായിരിക്കും. അപ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സാർ അതിനുവേണ്ടി മാത്രം സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഓഫ്ലൈൻ സെന്റർ, ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ സെന്റർ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും സാറിന്റെ ഒരു സേവനം ചലഞ്ചർ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എന്താണ് സാർ അതിന്റെ ഒരു വ്യത്യാസം? ഈ നോർമൽ PSCയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് RRB SSCയിലെ മാത്സ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സാറേ, ഡിഫിക്കൽറ്റി ഇത് തന്നെയാണ് ഒരു പ്രധാന വ്യത്യാസം. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പൊ ഒരു ടോപ്പിക്കിന്റെ പകുതി മാത്രം നമുക്ക് പഠിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നല്ല റേഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് RRB SSC മേഖലകളിലാണ്. അതിൽ തന്നെ SSC ആണ്. ഈ 3 PSC, SSC, RRB നോക്കിയാൽ ഏറ്റവും ടോപ്പ് ലെവൽ ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴും SSCയിലാണ്. അപ്പോൾ ഒരു ടോപ്പിക്കിനെ, അതായത് ഇംഗ്ലീഷിലായിരിക്കും ചോദ്യം വരുന്നത്. അത് തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക്, സാധാരണ കണക്കറിയാത്തൊരു ഉദ്യോഗാർത്ഥിക്ക് അത് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള സമയം, പിന്നെ അത് ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതായത് സ്റ്റൈല് വേറെ ആയിരിക്കും സാറേ. നമ്മുടെ PSCയുടെ പാറ്റേൺ ഒക്കെ ആണെങ്കിലും അതിന്റെ സ്റ്റൈല്, ചോദിക്കുന്ന രീതി വേറെ ആയിരിക്കും. മാത്രമല്ല, ഒരു ടോപ്പിക്കിലെ ഏറ്റവും അങ്ങേയറ്റം, അതായത് അതിന്റെ അറ്റ്മോസ്റ്റ് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥി പറയും ഇത് പാടായിട്ട് തോന്നും. കമ്പാരിറ്റീവ്ലി SSC, RRB, PSC നോക്കിക്കഴിഞ്ഞാൽ PSC ആണ് വളരെ ലളിതം. സിലബസും ലളിതമാണ് സാർ. നമുക്ക് കുറെ എല്ലാ പരീക്ഷകൾക്കും ഇപ്പൊ കൃത്യമായിട്ട് സിലബസ് PSC നൽകുന്നുണ്ട്. ഇപ്പം GK-യിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കണക്കിലാണെങ്കിലും ഒരു സിലബസ് ഓറിയന്റഡ് ആണ് പരീക്ഷ. ആ സിലബസ് പഠിച്ചാൽ മതി. പക്ഷെ കുറെയൊക്കെ മാറ്റങ്ങൾ PSC നടത്തുന്നുണ്ട് അവിടെ. അതായത് നമ്മൾ സിലബസ് മാത്രം പഠിച്ചുകൊണ്ട് പോകുമ്പം SCRT ചോദിക്കുന്നു, SCRT പഠിച്ചുകൊണ്ടപ്പം തിരിച്ച് സിലബസ് ചോദിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അവിടെയൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പഠിക്കേണ്ടത് നമ്മുടെ തന്നിരിക്കുന്ന സിലബസും SCRT പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇപ്പൊ സാറ് ചോദിച്ചതുപോലെ ഇപ്പം PSC, SSC, RRB ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് PSC ആണ്. ഇപ്പം PSC ഉദ്യോഗാർത്ഥികൾ PSC പാടാണെന്ന് പറഞ്ഞ് SSCയിലോട്ടും തിരിഞ്ഞു നോക്കണം. അപ്പൊ മനസ്സിലാവും നമ്മൾ എത്ര ലളിതമായ കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ. സോ ചലഞ്ചർ ആപ്പിനെ കുറിച്ചുള്ള സാറിന്റെ പ്രതീക്ഷകൾ എന്താണ്? എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പിലൂടെ ഇനി വരാൻ പോകുന്ന തലമുറയെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന PSC അല്ലെങ്കിൽ SSC, RRB ലക്ഷ്യം കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് ഒരു കൂട്ടായിട്ട്, അതായത് എൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാൻ, ചലഞ്ചറിനൊപ്പം ഞാൻ എന്നൊരു നിലയിലേക്ക് PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ചലഞ്ചറിലൂടെ സാധ്യമാകുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നല്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും
ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സഹപ്രവർത്തകൻ വിശാഖാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രകൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്കൊരു ബർഡനായിട്ട് ഒരു ജോലിയും തോന്നിയിട്ടില്ല. ശരിക്കും ആസ്വദിച്ചായിരുന്നു യാത്രകൾ, സ്റ്റുഡിയോകൾ, അതുപോലെ ഷൂട്ടുകൾ, ഇതെല്ലാം നമ്മൾ താല്പര്യത്തോടെ മീറ്റപ്പുകൾ ഇതെല്ലാം ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പം ആദ്യം ഞാൻ തിരഞ്ഞതും തേടി പിടിച്ചതും വിശാഖിനെയാണ്. വിശാഖിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്, വിശാഖെങ്ങും പോയിട്ടില്ല, പക്ഷെ എന്നോടൊപ്പം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകാൻ പോകുന്നത് ചലഞ്ചർ ആപ്പിനാണ്. ഇപ്പം വരാൻ പോകുന്ന പരീക്ഷ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, സാറിന് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന കമ്പനി ബോർഡ് LGSും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ആണെങ്കിൽ എനിക്ക് അവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇവിടെ ഇംഗ്ലീഷ് മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ GK ഒക്കെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ആരെയും കുറച്ച് കാണുകയല്ല. പക്ഷേ ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളിൽ. അത് 20 മാർക്ക് അവിടെ ഉണ്ട്, 20 മാർക്കുണ്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് വരുമ്പോൾ 13 മാർക്ക് ഇംഗ്ലീഷിനുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇത് എവിടെയും പറഞ്ഞു കേൾക്കാറില്ല. ഏറ്റവും കൂടുതൽ മാർക്കും വെയിറ്റേജും ഉള്ള വിഷയങ്ങൾ എവിടെയും ആരും പറഞ്ഞു കേൾക്കാറില്ല. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പം ആൻസർ കീ കൊടുക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതും നമ്മുടെ വിഷയമാണ്. മലയാളമുണ്ട്, മലയാളത്തിൽ നമ്മൾ പറയുന്നില്ല, മലയാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വേറെയാണ്. ഇപ്പം ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നട്ടെല്ലെന്ന് പറയുന്നത്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻസ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാർക്കിന്റെ ഒരു വെയിറ്റേജ് അനുസരിച്ച് അവിടെ 3 വിഷയങ്ങളാണ് പകുതി മാർക്ക് തീരുമാനിക്കുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളാണ് പകുതി മാർക്ക്, 50 മാർക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനും ആ ഫുൾ മാർക്കും നേടിയെടുക്കാനും കഴിയുന്ന വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവസാനിക്കുന്നില്ല സാർ, നമ്മൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെ ചലഞ്ചർ ആപ്പിലേക്ക് വരും. നമ്മുടെ ഇപ്പോഴുള്ള അധ്യാപകർ വളരെ മികച്ച അധ്യാപകരാണ്. അവരെല്ലാവരും ടീമിന്റെ ഭാഗമാണ്. അവരോടൊപ്പം തന്നെ വളരെ മികച്ച അധ്യാപകരെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ വെടിയും കൂടെ ഒരുമിച്ച് പൊട്ടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് ആചാര വെടിക്ക് ഇതാ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ വിശാഖിനെ അവതരിപ്പിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഇനി വിശാഖിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ആപ്പിൾ ക്ലാസ്സുകൾ, ബേസ് മുതലുള്ള ക്ലാസ്സുകൾ, എൻ്റെ ബേസ് മുതലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി വരുന്ന ടീച്ചേഴ്സിന്റെ പേര് ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ വെക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കാണാം. അത്യാവശ്യം നാം പറഞ്ഞല്ലോ, നമ്മുടെ ആപ്പിലേക്ക് വരികയാണെങ്കിൽ ഗെയിംസ് ആൻഡ് ക്വിസ് എന്ന് പറയുന്ന ഭാഗം ഏറ്റവും മെയിൻലി ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ചലഞ്ചർ ആപ്പിലോട്ട് കൊണ്ടുവരുന്നത് 2019 വിശാഖ എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ്. അന്ന് എനിക്ക് ചലഞ്ചർ ആപ്പിനെ കുറിച്ച് അറിയില്ല. അതായത് ഉദ്യോഗാർത്ഥികൾ വളരെ രസകരമായിട്ട് ഗെയിം കളിച്ച് സാറേ ഇത് അറിവുകൾ നേടാൻ സാധിക്കും. മാത്രമല്ല ഒരു അഡിക്ഷൻ, നമ്മൾ മറ്റുള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്ന പോലെ ഒരു അഡിക്ഷൻ ആണ് ചലഞ്ചർ ആപ്പ്. ഇത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ചലഞ്ചർ ആപ്പിന് ഒരു ഓളം ഇപ്പോഴും തിരതലിൽ നിൽക്കുന്നത്. അത് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു 1000-ഓളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മാത്രമല്ല അതിനുശേഷം വളരെ തുച്ഛമായ പേയ്മെന്റിൽ നമ്മുടെ ആപ്പിൽ ഇത് ലഭ്യമാകും എന്നുള്ളൊക്കെ വലിയ ഫാക്ടുകളാണ് ചലഞ്ചർ ആപ്പിലോട്ട് എന്നെയും അടുപ്പിച്ചത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. നമ്മൾ വരുമ്പം നല്ലൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, നല്ല വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് നല്ല ആപ്പുകൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നിയ ഒരു ആപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ഉദ്യോഗാർത്ഥികൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വിശാഖ സാറിന്റെ ഒരു സാന്നിധ്യം ഇനി മുതൽ എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ആപ്പിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാണ്. മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ കഴിയും. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തുടക്കക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത് മാത്സ് വിഷയത്തെക്കുറിച്ച്, അതുപോലെ പൊതുവെ PSC പരീക്ഷകളെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? ഓക്കെ, ആദ്യം മാത്സിനെ കുറിച്ച് പറയുമ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് PSC കൊടുക്കുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് കൃത്യമായിട്ട് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കണം സാർ. അതെ, തീർച്ചയായിട്ടും നമ്മൾ കൊച്ചു ക്ലാസ്, അക്കാഡമിക് ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ഒരു കണക്കല്ല നമ്മുടെ PSC ചോദിക്കുന്നത്. മാത്രമല്ല ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അതെ, അതായത് ടൈം കൺസ്യൂം ചെയ്യണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരണം. അതിന് തീർച്ചയായിട്ടും ഒരു അധ്യാപകന്റെ ഗൈഡ് ലൈൻ ഇല്ലാതെ കഴിയുകയില്ല. അതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ടും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഒരു ഓഫ്ലൈൻ, ഒരു ഓൺലൈൻ സെന്ററിൽ പഠിക്കുക. ശേഷം മാത്സ് ചെയ്ത് പഠിക്കുക. കൃത്യമായിട്ട് എവിടെ ചെയ്താലും നിങ്ങൾ ക്ലാസ് യൂട്യൂബിലൂടെയോ
ആപ്പിലൂടെയോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ എങ്ങനെ കണ്ടാലും അത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒരു 1-2 വട്ടം ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ സാറേ? അതെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആവാൻ സാധിക്കും. അപ്പം മാത്സ് വിഷയത്തെ അങ്ങനെ മാത്രമേ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ജനറലി ആൾക്കാരോട് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ഇപ്പം PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി നിൽക്കുക. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള പരീക്ഷകൾ അതിനെ അനലൈസ് ചെയ്തതിനു ശേഷം ആ ചോദ്യങ്ങൾ തന്നെ വെച്ചുകൊണ്ട് പഠിക്കുക. ആ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വന്നോ ആ മേഖല വീണ്ടും തെരഞ്ഞു പിടിച്ച് അവിടെ നിന്നുള്ളൊരു ചെറിയ ചോദ്യങ്ങൾ, അതായത് ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കി സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ മേഖലകളും, കണക്കല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ ഉള്ള എല്ലാ മേഖലകളെയും നമുക്ക് നിഷ്പ്രയാസം കീഴടക്കാൻ സാധിക്കും. കണക്ക് ചെയ്ത് പഠിക്കുക, വേറെ മറ്റൊന്നും പറയാനില്ല. കണക്കിനെ ചെയ്ത് മാത്രമേ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. അതെ. അപ്പൊ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എല്ലാവരെയും വരവറിയിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. നിങ്ങൾ എല്ലാവരും കണ്ടു വിശാഖ് സാർ നമ്മളോടൊപ്പം വന്ന കാര്യം. അപ്പൊ ഒരുപാട് നീട്ടുന്നില്ല, ഇനിയും വരേണ്ടതുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന മത്സര പരീക്ഷകളുടെ മുന്നിൽ അല്ലെങ്കിൽ ചലഞ്ചർ ആപ്പിന്റെ ലീഡിംഗ് സ്ഥാനത്ത് ഞങ്ങളുണ്ടാവും. ഞങ്ങൾ മാത്രമല്ല, എല്ലാ അധ്യാപകരും മുന്നിലേക്ക് വരും. നമ്മുടെ ചലഞ്ചർ ആപ്പിൽ പലപ്പോഴും ടീച്ചേഴ്സ് പലരും ആപ്പിൽ കണ്ടന്റ് കൊടുക്കുന്ന തിരക്കിലാണ്. സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇനി അത് മാറും അല്ലെ സാറേ? തീർച്ചയായിട്ടും മാറും. എന്നോട് പല ഉദ്യോഗാർത്ഥികൾ ഈ ഓഫ്ലൈൻ സെന്ററിലൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നതാണ്, സാറ് ചലഞ്ചർ ആപ്പിൽ സാറിന്റെ പരസ്യം കണ്ടു, പക്ഷെ ഇതുവരെയും ചലഞ്ചർ ആപ്പ് പലരും അറിയാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതെ. അത് എന്തിരുന്നാണ് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ ഇനി അതെല്ലാം മാറ്റം വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മികച്ച അധ്യാപകരാണ്. പക്ഷേ പലപ്പോഴും എല്ലാവരും ഈ ആപ്പിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം കണ്ടന്റ് കൊടുക്കുന്ന തിരക്കിലാണ്. അവർ അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അതാണ്. ഇവിടെ ആപ്പിലേക്ക് വരുമ്പം ഫീസ് കൊടുത്തു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് അവർ കൊടുക്കുന്ന ഫീസിന്റെ ഇരട്ടി കാര്യങ്ങൾ നൽകുക, എന്നിട്ട് ചെയ്യുക. അപ്പൊ ഇനി അത് മാറും. അത് മാറും എന്ന് പറഞ്ഞാൽ ആപ്പിൽ അതുപോലെ തന്നെ നിലനിന്ന് പോകും. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തി. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ആശ്രയിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ യൂട്യൂബിലൂടെ നിരന്തരം ക്ലാസ്സുകൾ നൽകാം. ഫ്രീ ക്ലാസ്സുകൾ തന്നെ നൽകണമെന്ന് ഒരാഗ്രഹമുണ്ട്. സീരീസ് ക്ലാസ്സുകൾ സാർ അത് ഓരോ പരീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ആ കോഴ്സിന് വേണ്ടി ഫ്രീ ക്ലാസ്സുകൾ വരെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കമ്പനി മോഡ് എലിജിയേഷൻ ആണെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സുകൾ നൽകാം. അതേപോലെ വരാൻ പോകുന്ന ബ്യൂറോസ് LD അതിന് ഓരോന്നിനും നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നൽകാൻ സാധിക്കും. കൂടാതെ അപ്പുറത്തെ ആപ്പിൽ അതിനേക്കാൾ മികച്ച ക്ലാസ്സുകളും നൽകുന്നതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ആരും പരിശോധിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ചലഞ്ചർ ആപ്പിന്. ഓക്കെ, അപ്പം നമുക്കിനി വീണ്ടും കാണാം. ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഞങ്ങൾ വരും നിങ്ങളുടെ മുമ്പിലേക്ക്. പുതിയ അധ്യാപകരെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും. നമ്മുടെ മെയിൻ മുഖങ്ങളായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. വർഷങ്ങളായിട്ട് ചലഞ്ചർ ആപ്പിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെയും ക്ലാസ്സുകൾ ഇനി നമുക്ക് യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കി തരും. സോ അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുക, മുന്നോട്ട് പോകുക. എല്ലാവർക്കും ആശംസകൾ. നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം ഉടനെ തന്നെ സാക്ഷാത്കരിക്കട്ടെ. അതിന് കാവലായി ചലഞ്ചർ ആപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും നന്ദി സർ. തുടർന്ന് വരുന്ന ഓരോ ദിവസങ്ങളിലും നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം, അല്ലെങ്കിൽ സംവദിക്കാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു സാറിനൊപ്പം. അപ്പം വരുന്ന എല്ലാ ദിവസങ്ങളിലും എല്ലാവരും ക്ലാസ്സുകൾ കാണുക, അത് എഴുതി പഠിക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി എത്തിച്ചേരുക. നന്ദി, നമസ്കാരം.